ഇന്ന് പൊന്നു വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മേമൻ്റെ മോളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വല്യമ്മയോടേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇത് വല്യമ്മൻ്റെ വീടിൻ്റെ ബാക്കിൽ നിന്ന് നോക്കിയാൽ കാണാൻ കൊള്ളാണ് കേട്ടോ. ഇതിപ്പോൾ അധികമായിട്ടില്ല ക്ലീൻ ചെയ്തിട്ട്. ഇപ്പം നിറയെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കണതാണ്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇഹു പംകിൻ സീഡ് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടിയിട്ട് പേരക്ക പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പേരക്കകളാണ്, പക്ഷെ നല്ല മധുരാട്ടോ. ഇഹുവിന് പേരക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളത് നന്നായി കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2-3 കഴിച്ചു. പിന്നെ ഇത് വല്യമ്മൻ്റെ ഗാർഡനിൽ വല്യമ്മ സെറ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല രസമാണ്. ഒരു ചെറിയ ബുദ്ധനും കുറേ കപ്പിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എടുത്തതാണ്. പിന്നെ ഇഹു ഇപ്പോഴും പേരക്ക തിന്നുകൊണ്ടിരിക്കുന്നത്, കടിച്ച് കിട്ടണില്ല തോന്നുന്നുണ്ട്. എന്തൊക്കെ ചിന്തിച്ചിട്ടാണ് ആൾ കഴിക്കുന്നത്. പിന്നെ ബാക്കിക്ക് വന്നപ്പോഴാണ് മുന്തിരി കണ്ടത്. ഇത് പാകമായിട്ടില്ല കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ആവാണ്ട് തോന്നുന്നു. പിന്നെ ഇത് ചെറിയാണ് കേട്ടോ, നല്ല റെഡിഷ് കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് പറിച്ച് കഴിക്കണമെന്ന് ആഗ്രഹമില്ലേ, അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി പറിച്ചു. ഒരു 4-5 കിട്ടി. ഇനി ഇത് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. ഇഹോൻ തന്നെ ആദ്യം കൊടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാണോ? ഇഹുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല, നല്ല പൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിച്ചു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാതും കൂടി ആവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി. മറ്റേ തീരെ കഴിക്കാൻ പറ്റില്ല, നല്ല പൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഇഹു ജിമ്മിൽ പോയിട്ട് എന്തൊക്കെയാ ചെയ്യാന്ന് കാണിച്ചു കൊടുക്കണതല്ല. 1 2 3 ഡംബൽ എടുക്ക എങ്ങനെയാ? ഡംബൽ എടുത്ത് പൊക്ക്. ഡംബൽ എടുത്തിട്ട് അങ്ങനെ പൊക്ക്. പിന്നെ ചായയോടൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നടക്കാൻ ഇറങ്ങി. ഇത് അമ്പലക്കുളമാണ് കേട്ടോ. അവിടെ ഒരു കിളി ഇരിക്കുന്നുണ്ട്. അതിനെയാണ് ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കുന്നത്. പിന്നെ നേരെ നമ്മൾ അവിടെ ഒരു പാടമുണ്ട്. ആ പാടത്തേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.